അങ്ങനെ കൊലപാതക ശ്രമത്തിൽ നിന്ന് അവള് രക്ഷപ്പെട്ടു. അതെ, വേദ കുത്തിവെച്ച പാമ്പിന്റെ വിഷത്തിന് അവളുടെ ജീവൻ എടുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ആ നാരായൺജിയാ ചതിച്ചത്. അയാളുടെ ഒരു ദിവ്യദൃഷ്ടി. അയാൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ അവളെ രക്ഷപ്പെടുത്താൻ? മരിക്കുമെന്ന് അയാൾ തന്നെ പറഞ്ഞായിരുന്നില്ലേ അവളെ കുറിച്ച്? എന്നിട്ട് അതിനൊരു അവസരം വന്നപ്പോ അയാൾ തന്നെ അത് മുടക്കി. എനിക്ക് അയാളെ കുറിച്ച് ഇപ്പൊ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സത്യത്തില് അയാളുടെ കൂറ് ആരോടാ? സ്വാതിയോടോ അതോ നീലിനോടോ? എന്തായാലും നീലിനോടില്ല. ഇനി ഇപ്പൊ കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അബദ്ധം പറ്റിയത് നമുക്കാ. ചത്തുന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണമായിരുന്നു നമ്മൾ അവിടുന്ന് പോവാൻ. അതെ, ഇനിയാണെങ്കിൽ ഇതുപോലൊരു അവസരം കിട്ടുമില്ല. നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടക്കാതെ പോവോ വേദേ? എന്റെ ഒരു സംശയമാണ്, നടക്കാതെ പോവോ? ചിലപ്പോ. പണ്ട് നാരായൺജിയുടെ പ്രവചനമായിരുന്നു നമ്മുടെ ആശ്വാസം. ഇപ്പോ ആ ആശ്വാസം എനിക്കില്ല. നാരായൺജിയുടെ പ്രവചനം സത്യമല്ലെന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ. അയാൾ ഈ കാണുന്നതും പറയുന്നതും ഒന്നും അല്ലാന്ന് തോന്നുക. അയാളെ നമ്മളെയൊക്കെ കബളിപ്പിച്ചതായിരിക്കും. എനിക്കും ആ സംശയമുണ്ട് വേദേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യേണ്ടത് നമ്മളല്ലല്ലോ, നീലല്ലേ. നീല് ചെയ്തോളും. മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന സ്വാതിയോട് നീലിന് കുറച്ച് സഹതാപം കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് മുതലെടുക്കാനുള്ള ശ്രമം അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. സഹതാപം വളർന്ന് വളർന്നൊടുക്കം ഇഷ്ടമായിട്ട് മാറുമെന്ന ഇപ്പൊ എന്റെ പേടി. മാറുമോ? സ്വാതി ആയതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഓരോ തടസ്സങ്ങളും എത്ര ഭംഗിയായിട്ട് അവള് മറികടക്കുന്നത്. വേദ, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ നടന്നതുപോലൊരു മണ്ടത്തരം ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഒരു വഴിയും കണ്ടില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അച്ഛൻ കാശ് സമ്പാദിക്കുന്നത് എനിക്ക് കൂടി വേണ്ടിട്ടാ. അതിൽ കുറെ കോടികൾ നഷ്ടപ്പെടട്ടെ എന്ന് ഞാനങ്ങ് വിചാരിക്കും. പെട്ടെന്ന് ഇനി ഒന്നിനും ശ്രമിക്കരുത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നല്ലൊരു അവസരം വരുന്നത് വരെ. വന്നില്ലെങ്കിൽ വരും, അല്ലെങ്കിൽ നമ്മൾ വരുത്തും. എന്റെ ക്ഷമ നഷ്ടപ്പെട്ടു തുടങ്ങി ഗൗരി. നീലിനെ എനിക്ക് കിട്ടാതെ പോകുന്നത് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. നമ്മൾ കാത്തിരിക്കണം വേദ. ക്ഷമയാണ് ഇപ്പൊ നമ്മൾ പുറത്തെടുക്കേണ്ടത്. ഞാൻ കൂടെ തന്നെയുണ്ട്. നമ്മൾ അവളെ വീഴ്ത്തും. ഹലോ, ആരെ കൊല്ലാൻ പോയിട്ട് വരും രണ്ടാളും? എന്താടി ചോദിച്ചതിന് ഉത്തരവില്ല? എന്റെ മരണം ആഘോഷിക്കാന്ന് വിചാരിച്ചു അല്ലേ? ചാവില്ലടി ഞാൻ, ഒരിക്കലും ചാവില്ല. നിന്റെയൊക്കെ 16 അടിയന്തരം ഉണ്ടിട്ടാ ഞാൻ ചാകൂ, കേട്ടോടി? സ്വാതി, വേണ്ട. ഈ കൈ കൊണ്ടല്ലേ നീ എന്നെ വിഷം കുത്തി വെച്ചത്? അത് മറക്കാതിരിക്കാൻ ഇത് ഇരിക്കട്ടെ. നീ അവിടെ നിക്ക്. എവിടെ പോവാ? സ്വാതി, എന്നൊന്നും ചെയ്യില്ല, ഞാനൊരു പാവാ. പാവയോ? അപ്പൊ കീ കൊടുത്ത് ഡാൻസ് ചെയ്യുമല്ലോ. എനിക്ക് വേദന ഉണ്ടല്ലേ? ഇതിനേക്കാളും വലിയ വേദനയോടെ ഞാൻ സഹിച്ചത്. നാരായൺജിക്ക് വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു പിടി ചാരമായി മാറിയനെ. നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു 1 മാസം കാത്തിരിക്കാൻ. അങ്ങനെ ഇരിക്കാന്ന് നീ എനിക്ക് വാക്കും തന്നു. എന്നിട്ടാ ഈ തരികിട എന്നോട് കാണിച്ചത്. നീ അഹങ്കരിക്കൊന്നും വേണ്ട, രക്ഷപ്പെട്ടൊന്നും വിചാരിക്കണ്ട. എപ്പോഴും വന്ന് രക്ഷിക്കാൻ നാരായൺജി ഉണ്ടാവില്ലെന്ന് ഓർത്തോ? അത് ശരി, അപ്പൊ പ്ലാൻ വിട്ടിട്ടില്ലല്ലേ?
അച്ഛനെവിടെ? എന്താ വിളിക്ക്. നീ കാര്യം എന്താന്ന് പറ. അത് അച്ഛനോട് പറഞ്ഞോളാം. അച്ഛാ, എന്താ? എന്നെ ചതിക്കായിരുന്നു അല്ലേ? അതെ, നാരായൺജി ഉപയോഗിച്ച് നിന്നെ ഞാൻ ചതിക്കുകയായിരുന്നു. എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ പ്രേമിച്ച് നീ എന്നെ ചതിച്ചില്ലേ? അതിന് അതേ നാണയത്തില് തിരിച്ചടി തന്നതാണെന്ന് കരുതിയാ മതി. ജയിച്ചൊന്നും ആരും അഹങ്കരിക്കണ്ട. നാരായൺജി അല്ല, ആര് വിചാരിച്ചാലും എന്നെ നീലിനെയും പിരിക്കാൻ പറ്റില്ല. നീ എന്ത് പണ്ടത്തിലടി പറയുന്നത്? നീലിപ്പോ സ്വാതിയുടെ ഭർത്താവല്ലേ? അതിപ്പോ. നാളെ അങ്ങനെ ആയിരിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? എന്റെ മോൾക്കൊരു നന്മ വരാൻ ഏതറ്റം വരെയും അച്ഛൻ പോകുമെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ആവേശവും എടുത്തിയാട്ടവും ഒക്കെ മാറ്റിവെച്ച് അടങ്ങി ഒതുങ്ങി കഴിയുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല. അച്ഛൻ പറയുന്നത് അനുസരിച്ചാൽ എന്താ നിനക്ക്? നീലിന്റെ ഭാര്യ ഒരു കൊല്ലത്തിനുള്ളിൽ മരിക്കില്ല എന്ന് ഇപ്പൊ നിനക്ക് ബോധ്യായില്ലേ? ഇനിയെങ്കിലും നിനക്ക് അവനെ മറന്നൂടെ മോളെ? മറക്കാൻ പറ്റില്ല. അങ്ങനെ മറക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നീലിനെ സ്നേഹിച്ചത്. ഇപ്പൊ നിനക്ക് കുറച്ച് വിഷമമൊക്കെ കാണും. വേറൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ അതൊക്കെ അങ്ങ് മാറും. ഇവളൊന്ന് സമ്മതം മൂലേണ്ട താമസമേ ഉള്ളൂ. നല്ല മിടുക്കനായ ചെക്കനെ കൊണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ ഇവളുടെ കെട്ട് നടത്തും. അങ്ങനെ ഒരു വ്യാമോഹം ആർക്കും വേണ്ട. നീലിനെ അല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. എനിക്ക് നീലിനെ മതി, നീലിനെ മാത്രം മതി. അവളെ നീ വല്ല കടുങ്കയും ചെയ്യൂ? ഹേയ്, ഇതിപ്പോ സ്വാതി മരിക്കില്ലെന്ന് അറിഞ്ഞതിന്റെ ഷോക്കല്ലേ? അത് മാറിക്കോളും. അവൾ ആരെയും കല്യാണം കഴിക്കില്ല എന്നുള്ള വാശിയിൽ നിന്നാ നമ്മള് കുഴയും. ഒന്നുമില്ലെന്നേ, ഈ വാശിയൊക്കെ മാറും. നീലിനെ കിട്ടില്ലെന്ന് ഉറപ്പായ പിന്നെന്ത് മാർഗം? നമ്മൾ പറയുന്നത് അവൾക്ക് സമ്മതിക്കേണ്ടി വരും. നീ ധൈര്യമായിട്ടിരിക്കേ. ആഹാ, ഇവിടെ വന്നിരിക്കുവായിരുന്നോ? വാ, വന്ന് ഞാൻ തന്ന ആഭരണങ്ങളൊക്കെ ഇട്. ഞാനൊന്ന് കാണട്ടെ. അതൊന്നും വേണ്ടമ്മേ. പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. മരിക്കില്ലെന്നായപ്പോ പെണ്ണിന് കൊമ്പു വന്നല്ലോ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ. ഇന്നീ വീട്ടിലെ പായസം വയ്ക്കേണ്ടതായിരുന്നു ചാച്ചി. വെച്ചോ അമ്പിളി, നമുക്കേ ഇതൊന്ന് ആഘോഷമാക്കണം. ഒന്നും വേണ്ടമ്മേ. ഏട്ടൻ ഇതറിയുമ്പോ എങ്ങനെയാ പ്രതികരിക്കാന്നറിയില്ല. അതിന് അവനെ ആരെ അറിയിക്കാൻ പോകുന്നത്? തൽക്കാലം നമ്മൾ ഈ രഹസ്യം നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുന്നു. പിന്നെ ഒരു രഹസ്യം പറയട്ടെ. എനിക്കും അച്ഛനും ഈ കാര്യം നേരത്തെ അറിയായിരുന്നു. ശരിക്കും? ശരിക്കും നാരായൺജി തന്നെ അതൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നീ മരിക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടും ഞാനത് അത്ര ഗൗരവത്തിലെടുക്കാതിരുന്നത്. അമ്മയാള് കൊള്ളാലോ. എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? ഇതിന്റെ പേരിൽ ഞാൻ എന്തുമാത്രം തീ തിന്നു. ഇനി അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്റെ മരുമോളായിട്ട് ജീവിതകാലം മുഴുവൻ നിനക്ക് ഇവിടെ സുഖമായിട്ട് കഴിയാലോ. വാ, വന്ന് അമ്മ തന്ന ആഭരണങ്ങളൊക്കെ നിട്, ഒന്ന് കാണട്ടെ. ഇനി അങ്ങോട്ട് വേണമെങ്കിൽ നീ അത് സ്ഥിരമായിട്ട് ഇട്ടോ. വേണ്ടമ്മേ, ആവശ്യം വരുമ്പോ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാനത് വാങ്ങിച്ചോളാം. അതുവരെ അത് അമ്മയുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ചാച്ചി, വേറെ ഏതെങ്കിലും പെണ്ണായിരിക്കണമായിരുന്നു. അപ്പോഴേ തന്നെ അത് മുക്കിയെന്നെ. അമ്മായി അമ്മമാര് തീർന്നു കിട്ടാൻ പ്രാർത്ഥിക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ടെന്ന് അറിയാമോ? വേറെ ഒന്നിനുമല്ല, ആഭരണങ്ങൾ അടിച്ചു മാറ്റേ. ഓ, എന്തുകൊണ്ടായിരിക്കും അമ്മ നാരായൺജി സ്വാതിയെ രക്ഷിക്കാൻ അതോ ഇങ്ങനൊരു കളി കളിച്ചത്? നീ ഇനിയും അത് വിട്ടില്ലേ? അങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ സ്നേഹിച്ച ഒരാളെ, അതും എന്റെ സമ്മതത്തോടെയല്ലേ അവള് കെട്ടിയത്. അതിന് കാരണക്കാരനായതോ ആ നാരായൺജി.
എനിക്കത് സഹിക്കാൻ പറ്റുമോ? വെറുതെ അയാൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തക്കതായ കാരണം ഉണ്ടാവും. സ്വാതിയുടെ യോഗം അല്ലാതെ വേറൊന്നുമല്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. ഇവിടുന്ന് ഇറക്കി വിട്ട രാത്രിയില നാരായൺജി സ്വാതിയെ കാണുന്നത്. ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഇങ്ങനൊരു തീരുമാനത്തിൽ അയാൾ എത്തണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട്. യോഗമല്ലാത്ത എന്തോ. എന്ത്? അതാ കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നിനക്കെന്ത് കാര്യം ദേവാ? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഏത് നേരം നോക്കിയാലും ഒരു സ്വാതിയും നീലും. പെണ്ണിന് വേറെ ജോലിയൊന്നുമില്ലേ? ഇതൊക്കെ തന്നെയല്ല എന്റെ ജോലി. എനിക്കിനി സമാധാനം ആവണമെങ്കിൽ നാരായൺജിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റണം. എന്ന് വെച്ചാൽ നീലിന്റെയും സ്വാതിയുടെയും ബന്ധം തകരണം അല്ലേ? അതെ. ഭംഗി വാക്ക് പറയാണെന്ന് വിചാരിക്കരുത്. നീയേ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. ശപിച്ചോ? സ്വന്തം മോളല്ലേ? എങ്ങനെ പറയാതിരിക്കും? ഇവള് പറഞ്ഞത് നീയും കേട്ടതല്ലേ? അവള് കൊച്ചുകുട്ടിയല്ലേ? കച്ചു കെട്ടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ചില നേരത്തെ അച്ഛന്റെ ദേഷ്യം കാണാൻ നല്ല രസാ. ആ, രസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. ഉച്ചയ്ക്ക് രസം ഉണ്ടാക്കണം. നീ വേണം ഉണ്ടാക്കാൻ. ഞാനോ? ആ. അമ്മ വേറെ ജോലി നോക്ക്. ഞാനേ അതും രസം നടന്ന തന്നെ. നിക്ക്. വെറുതെ അല്ല അച്ഛൻ ഓരോന്ന് പറയുന്നത്. കെട്ടി ഒരുങ്ങി നടന്നോ ഏതു നേരവും? രാജകുമാരൻ വരും കൊണ്ടുപോകാൻ. വരൂ അമ്മേ. ഏ? ഗിരി എന്ന് പറയുന്ന രാജകുമാരൻ വരും. അമ്മ കണ്ടോ? ഒടുക്കം നീയും വന്നു. നിനക്കുണ്ടോ മോളെ സംശയങ്ങള്? ഇല്ല നാരായൺജി, എനിക്ക് ഒരു സംശയമില്ല. ഞാൻ വന്നത് നന്ദി പറയാനാ. എന്റെ ജീവൻ രക്ഷിച്ചതിനടക്കം എല്ലാ സഹായങ്ങൾക്കും നന്ദി പറയാൻ. നീലടക്കം എല്ലാവരും എന്നെ ശപിച്ചിട്ടാ പോയത്. എല്ലാവരും ആരാധിക്കുക മാത്രം പതിവുള്ള നാരായൺജിയെ ചെറുപ്പം കുട്ടികൾ അവഹേളിച്ചു. അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. ഞാനത് അർഹിക്കുന്നു, ഒപ്പം സന്തോഷിക്കുന്നുണ്ട്. വെറുതെ അല്ലല്ലോ ഞാൻ ചെയ്തത്. ഉള്ളിൽ വ്യക്തമായ ലക്ഷ്യവും ബോധവുമുള്ള ഒരാൾക്ക് നിരാശയുണ്ടാവാൻ പാടില്ല. ഒന്നിലും എനിക്കതില്ല. നിന്റെ കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച്. ഇനിയും മറച്ചു വയ്ക്കാൻ ഞാൻ തയ്യാറല്ല. നീയെങ്കിലും അതറിയണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി ഒരിക്കലും എനിക്കത് പറയാൻ പറ്റിയില്ലെങ്കിലോ? നാരായൺജി എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും വിചാരിച്ചത് വാസുദേവന് വേണ്ടിയാണ് ഞാൻ ഈ കൃത്രിമം മുഴുവൻ കാണിച്ചതെന്നാണ്. ഒരറ്റം വരെ അത് ശരിയാണ്. ജീവിതം മുഴുവൻ ഒരു തപസ്സാക്കി മാറ്റിയ ഞാൻ എന്തുകൊണ്ട് വെറും കടപ്പാടിന്റെ പേരിൽ ഒരു മഹാ അറിവിനെ തെറ്റായി വ്യാഖ്യാനിച്ചു? അതൊരു നിമിത്തം മാത്രമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായത് നീ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം. എന്നെ തെറ്റിലൂടെ ശരിയിലേക്ക് നയിക്കുകയായിരുന്നു നീ എന്ന സത്യം. ഒരു വലിയ തറവാട്ടിലെ പെൺകുട്ടിക്ക് ദരിദ്രനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയം മുട്ടിടുന്നു. ഒരിക്കലും ചേരാത്ത ബന്ധം. യാഥാസ്ഥിതികരായ പെൺകുട്ടിയുടെ ആംഗളമാർ ആ ബന്ധത്തെ എതിർക്കുന്നു. പെൺകുട്ടി എല്ലാ എതിർപ്പുകളെയും മറികടന്ന് കാമുകനൊപ്പം ഒളിച്ചോടുന്നു. അവൾ സ്വപ്നം കണ്ട ജീവിതമായിരുന്നില്ല ഒരിക്കലും അവൾക്ക് ലഭിച്ചത്. ദുഃഖങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു പിന്നെ. ആ വഴിയിലൂടെ തൻ്റെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി ഒലിച്ചു പോകുന്നത് അവൾ കണ്ടു. ഭക്ഷണം എടുത്ത് വെക്കട്ടെ? വേണ്ട. ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു.
ഈ ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ പിരിയുക. ഒരു ചതിയിലൂടെ എന്റെ ജീവിതം തട്ടിയെടുക്കാന്ന് പലരും വിചാരിച്ചു കാണും. എല്ലാത്തിനും ഞാൻ വഴങ്ങി കൊടുക്കുമെന്നും ചിന്തിച്ചു കാണും. അതിനൊന്നും നിന്നു തരാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. എനിക്ക് വലുതിന്റെ ഭാവിയാ. അതിന് തടസ്സം നീയാ. നീ പോണം. പോയാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തില്ലേ? ചതിച്ചു നുണ പറഞ്ഞും എന്നെ കല്യാണം കഴിച്ചില്ലേ? എനിക്ക് ആരെയും വിശ്വാസമില്ല. നാരായണൻ നിനക്ക് വേണ്ടി അങ്ങനെ ഒരു ചതി ചെയ്യണമെങ്കിൽ അത് നിന്റെ അറിവോടെല്ലെന്ന് എന്താ ഉറപ്പ്? ഒരിക്കലും ഇല്ല. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ അറിഞ്ഞല്ലോ. എനിക്ക് നിന്റെ ഭാര്യയായിട്ട് വേണ്ട. കൂടുതലൊന്നും പറയാനില്ല. എന്നെ ഒഴിവാക്കരുത്. ഒരു ജോലിക്കാരിയെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. ജോലിക്കാരി പോലെ കഴിഞ്ഞു. പക്ഷെ അത് ഇവിടെ വേണ്ട. നീ ഒഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറൊരു കല്യാണം കഴിക്കാൻ. വേദയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അതിന് നീയാ തടസ്സം. സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. ഒരുപാട് ആലോചിച്ചിട്ടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതിലൊരു തെറ്റുമില്ല. എനിക്ക് എന്റെ ഭാവി നോക്കണം. പോവാൻ ഒരിടം പോലും ഇല്ലാത്ത പെണ്ണാ ഞാൻ. എന്നെ കൈവിടരുത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പിന്നെ പോവാൻ ഇടവില്ലാത്തത് അതെന്റെ തെറ്റല്ലല്ലോ. ഞാൻ നിന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ നീ അവിടെ താമസേനെ. ഇപ്പൊ സഹായിക്കാൻ പലരും ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്ന നാരായണനോട് തന്നെ പറ, പുതിയൊരു മാർഗം കാണിച്ചു തരാൻ. എന്നെ പോലെ ചെക്കന്മാരെ ഇനിയും പറ്റിക്കാനായിട്ട് കിട്ടും. അങ്ങനെ ആരെയും കണ്ടുപിടിച്ച് പറ്റിക്കേ. എന്തിനാ എന്നോട് ഇങ്ങനെ ക്രൂരമായിട്ട് സംസാരിക്കുന്നത്? സത്യം പറയുമ്പോ ക്രൂരായിട്ടൊക്കെ തോന്നും. അതിലും ക്രൂരതയല്ലേടി നീ നിന്റെ ജോലിസിനും കൂടി എന്നോട് ചെയ്തത്. കൂടുതലൊന്നും സംസാരിക്കണ്ട. നമ്മൾ പിരിയുന്നു എന്ന് പറഞ്ഞാൽ പിരിയുന്നു, അത്ര തന്നെ. എന്താ മോളെ, എന്തിനു നീ കരയുന്നത്? അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഭയന്നത് തന്നെ സംഭവിച്ചമ്മ. പിരിയാന്നോ ഏട്ടനിപ്പോ പറയുന്നത്? പിരിയാന്നോ? അവൻ അങ്ങനെ പറഞ്ഞോ? അതിനൊന്നും നീ സമ്മതിക്കണ്ട മോളെ. നിന്റെ കഴുത്തില് ഈ താലി അവൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ചോളാന്നുള്ള ഉറപ്പാ അവൻ തന്നിരിക്കുന്നത്. അത് പാലിക്കാൻ അവൻ ബാധ്യസ്ഥനുമാ. മോള് വിഷമിക്കണ്ട. ഇപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ അങ്ങനെ പറഞ്ഞതായിരിക്കും. അവൻ നിന്നെ പിരിയുന്ന കാര്യം ഈ വീട്ടിലാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട. എനിക്കറിയില്ല അമ്മ, ഒന്നും എനിക്കറിയില്ല. നോക്ക്, ഈ കരയുന്ന സ്വാതിയെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. പിരിയാന്ന് പറയുമ്പോ നിനക്ക് പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞൂടെ? നീ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ലല്ലോ. അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ലേ. ഈ വീട്ടില് നിനക്ക് നിന്റേതായ അവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങനെയൊന്നും കയറി നിഷേധിക്കാൻ അവന് പറ്റില്ല. എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച അതാണ് ശരിയെന്ന് നിനക്ക് മനസ്സിലാവും. നിനക്ക് നല്ലൊരു ജീവിതം വേറെ കിട്ടും. എത്രയും വേഗം പിരിയുന്ന നല്ലത്. അല്ലാതെ വെറുതെ കൊണ്ടു നടന്ന് പരസ്പരം സഹിച്ച് എന്തിനാ അത്? ഞാൻ ഉപേക്ഷിച്ചാലും നിനക്ക് നല്ലൊരു ജീവിതം വേറെ കിട്ടും. എനിക്ക് ആ ജീവിതം വേണ്ടെങ്കിലോ? വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ എനിക്ക് വേറൊരു ജീവിതം വേണം. ഞാൻ ആഗ്രഹിച്ച ജീവിതം. ഞാൻ വേണമെങ്കിൽ ഏട്ടന്റെ
കാലി പിടിക്കാം, എന്നെ ഉപേക്ഷിക്കാതിരുന്നൂടെ? ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളാ. അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ജോയിന്റ് പെറ്റീഷൻ അല്ലേ, കാരണമൊന്നും എഴുതിയിട്ടില്ല. യോജിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് പിരിയുന്നു, അത്രേ ഉള്ളൂ. അതാവുമ്പോ വാദവും തെളിവെടുപ്പും ഒന്നും വേണ്ട. ഒരു കൗൺസിലിംഗ് ഉണ്ടാവും, അപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മീഡിയേഷൻ, അത് കഴിഞ്ഞ ഡിവോഴ്സ്. എനിക്കിനി കാത്തിരിക്കാൻ പറ്റില്ല. എത്രയും വേഗം ഇതിൽ ഒപ്പിട്ടിട്ട് എന്റെ ആവശ്യം നടത്തി തരുന്നതാ നിനക്ക് നല്ലത്. ഒപ്പിട്ടില്ലെങ്കിൽ നീ ഒപ്പിടും. ഒപ്പിട്ടില്ലെങ്കിൽ കോടതിയിൽ നിന്നെ ഞാൻ നാറ്റിക്കും. വെറുതെ എന്തിനാ അതിനൊക്കെ നിന്ന് തരുന്നത്? ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു സത്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എത്ര ശ്രമിച്ചാലും നമ്മൾ തമ്മിൽ ഒരിക്കലും എടുക്കാൻ പോകുന്നില്ല. എനിക്ക് അടുപ്പോ? അത് നിനക്ക്, എനിക്കതില്ല. കൂടുതൽ സംസാരിച്ച് പ്രശ്നം വഷളാക്കണ്ട. ഒറ്റ സെക്കൻഡിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇതെനിക്ക് ഒപ്പിട്ട് കിട്ടിയിരിക്കണം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യ്, അതാ നിനക്ക് നല്ലത്. എന്താ ഇത്? ഹർജിയോ? ഹർജിയോ? എന്ത് ഹർജി? അതൊന്നും തന്നെ നോക്കട്ടെ. ഓ, ജോയിന്റ് പെറ്റീഷൻ. അപ്പോ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയോ? നീ എന്തു പറഞ്ഞു എന്നിട്ട്? ഒന്നും പറഞ്ഞില്ല. വലിച്ചു കയറി അവന്റെ മുഖത്തേക്ക് എറിയായിരുന്നില്ലേ? എന്താ വല്യമ്മേ? ഡിവോഴ്സ് പെറ്റീഷനുമായിട്ട് വന്നിരിക്കാ നീല്, ഇവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ. എവിടെ? ഈ നീലിന് എന്തു പറ്റി? പ്രാന്ത് അല്ലാതെന്താ? നല്ല അടി കിട്ടാത്തതിന്റെയാ. അതെങ്ങനെയാ? ചോദിക്കാനും പറയാനും ഇവൾക്ക് ആരും ഇല്ലാതായി പോയല്ലോ. ആരെതിർത്താലും ഇല്ലെങ്കിലും ഡിവോഴ്സ് നടക്കും. നമുക്ക് കാണാം. നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്തെ ഇത്തിരി ആൾ താമസത്തിന് കുറവുണ്ട്. അതാ ഇങ്ങനെ വിവരദോഷം പറയുന്നത്. ജോയിന്റ് പെറ്റീഷൻ തന്നതേ കാലതാമസം ഇല്ലാതെ വഴക്കില്ലാതെ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയാ. ഇതൊപ്പിട്ട എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് നീല നന്നായിട്ട് അറിയാം. ആണോ? എന്നാലേ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ. എന്തു വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം. വിനാശകാലെ വിപരീത ബുദ്ധി. ദേ, ഇവരൊക്കെ പറയുന്ന കേട്ട് തുള്ളിക്കോ. ഒടുക്കം കോടതി മുറിക്കേട് നിറങ്ങേണ്ടി വരുന്നത് നീയായിരിക്കും. അങ്ങനെ നീ പേടിപ്പിക്കൊന്നും വേണ്ട. ഒരാള് മാത്രമായിട്ട് കോടതി കയറില്ല. കേറുമ്പോഴേ രണ്ടുപേരും കേറേണ്ടി വരും. നാറുന്നതും രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. എന്താ ഭീഷണിയാണോ? നീ അതേം തന്നെ കൂട്ടിക്കും. അന്ന് ഇറക്കി വിടാൻ പോയപ്പോ ഏടത്തിനല്ലേ തടഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി? ഇവള് നന്നായോ? ശത്രുവിന് അവസരം എപ്പ കിട്ടുന്നോ അപ്പ തീർത്തേക്കണം. അല്ലെങ്കിലേ അവര് നമ്മളെ അങ്ങ് തീർക്കും. ഗൗരി, അവിടെ. മോള് പേടിക്കാതിരിക്കേ. ഇതല്ല, ഇതിലപ്പുറം അവൻ കാണിക്കും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എനിക്ക് ഇവിടെ ഇറങ്ങേണ്ടി വരും അമ്മ. ഒരിക്കലും ഇല്ല. നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. വക്കീൽ നോട്ടീസ് അയക്കണമെന്നല്ലേ വേദ ഉദ്ദേശിച്ചത്? അത് തന്നെ. ഭാര്യയായ അവളിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീലിന്റെ നോട്ടീസ് കിട്ടുന്നതോടെ അവളൊന്ന് പേടിക്കും. കേസ് കോടതിയിൽ എത്തുമെന്ന് കണ്ടാ അവര് കോംപ്രമൈസിന് വരും. എനിക്ക് തോന്നുന്നില്ല. പിരിയാൻ സ്വാതി തയ്യാറല്ല. അവള് വാശിയില്ല. അങ്ങനെ വാശി പിടിക്കാൻ അവക്ക് എന്ത് അവകാശമുള്ളത്? അവകാശത്തിന്റെ കാര്യമൊക്കെ പറയാതിരിക്കുന്ന ഭേദം.
ഒന്നാലോചിച്ച ഞാൻ ചെയ്യുന്നല്ലേ നീതികൾ. ഒരു ബലിയാടാവാൻ വേണ്ടി കല്യാണം കഴിച്ചു, അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നു. എന്റെ ഭാഗത്തല്ലേ തെറ്റ്? തെറ്റും ശരിയും നോക്കി നിന്നാലേ നമുക്കൊരുമിച്ച് ജീവിക്കാൻ പറ്റാതെ വരും. എനിക്കാണെങ്കിൽ ക്ഷമ കെട്ടി തുടങ്ങി. എന്റെ വീട്ടുകാര് ഭയങ്കര പ്രഷർ തരുന്നുണ്ട്. ഒരു കാരണവശാലും കെട്ടാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു. അതൊക്കെ മറികടന്ന ഞാൻ ഈ നിൽക്കുന്നത്. ആ സ്പിരിറ്റ് നീല് മനസ്സിലാക്കണം. മനസ്സിലാവാഞ്ഞിട്ടല്ല, കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാന്ന് പറഞ്ഞതാ. നമുക്കുടനെ വക്കീലിനെ കാണണം. ഇനിയും വൈകിക്കുന്നത് അപകടമാ. അറിയാലോ, സ്വാതി എതിർത്ത കേസ് കുറച്ചു കാലം നീണ്ടുപോകും. അതിനൊന്നും ഇട കൊടുക്കാതെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക വേണ്ടത്. അതാ ബുദ്ധി. ഞാൻ വക്കീലിനോട് സംസാരിക്കാം. വെറുതെ സംസാരിച്ചാ പോരാ. നമ്മുടെ ആവശ്യം എന്താണെന്ന് നല്ല സ്ട്രോങ് ആയിട്ട് പറയണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വക്കീലിനെ കാണാൻ നീല് തനിച്ചു പോകണ്ട, ഞാനും കൂടെ വരാം. എന്നെ കാണുന്നതോടെ പ്രശ്നത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് വക്കീലിന് മനസ്സിലാവും. ഇപ്പോഴും വേദക്കെന്നെ വിശ്വാസമില്ല അല്ലേ? ഇക്കാര്യത്തിൽ എനിക്ക് ആരെയും വിശ്വാസമില്ല, ഈ എന്നെ പോലും. ശരി, വേദയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. വക്കീൽ എന്താ ആലോചിക്കുന്നത്? എന്താ ഇപ്പൊ പറയേണ്ടത്? ഒരു കുടുംബം തകർത്തിട്ട് അതിന് പ്രതിഫലമായി കിട്ടുന്ന കാശുകൊണ്ട് ഉപജീവനം നടത്തേണ്ടി വരുന്നവരാണല്ലോ ഫാമിലി കോർട്ട് വക്കീലന്മാർ. ആ ഗതികേട്ടിനെ കുറിച്ച് ചിന്തിച്ചു പോയതാ. നീലിന് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം. നീലിന്റെ ഭാഗത്ത് അതിനുവേണ്ട ന്യായങ്ങളും ഉണ്ട്. എന്ത് ന്യായം? ജാതക ദോഷം കൊണ്ട് ഒരു കൊല്ലത്തിനകം മരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണോ ഇയാൾ ആ കുട്ടിയെ കെട്ടിയത്? അല്ലല്ലോ. എന്നിട്ട് ന്യായമുണ്ട് പോലും. ഒരു ന്യായവും ഇല്ല. വക്കീൽ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? ശരിയാ, വക്കാലത്ത് തരുന്ന ഒരു കക്ഷിയുടെ താല്പര്യങ്ങളുടെ കൂടെ ഒരു വക്കീൽ നിൽക്കേണ്ടത്. ആ നിയമം ഞാനും പാലിക്കും. എന്നുവെച്ച് എനിക്ക് പറയാനുള്ളതൊന്നും പറയാൻ പാടില്ലെന്ന് വാശി പിടിക്കരുത്. വക്കീൽ പറ, ഞാൻ എന്താ വേണ്ടത്? നീലൊന്നും വേണ്ട, വേണ്ടത് ഞാനാണല്ലോ. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള വേർപിരിയൽ നടക്കാൻ ഇനി ചാൻസ് ഇല്ല എന്നതുകൊണ്ട് നോട്ടീസ് അയക്കണം. എന്റെ കക്ഷിയായ നീൽ മകേഷ് എതിർ കക്ഷിയായ സ്വാതിയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെടുന്നു. പക്ഷേ എന്ത് കാരണം പറയും? ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഉപേക്ഷിക്കാന്ന് പറയുമ്പോ അതിന് തക്കതായ കാരണം വേണമല്ലോ. അവൾക്ക് പരപുരുഷ ബന്ധമുണ്ടോ? ഇല്ല. മാറാ രോഗങ്ങളുണ്ടോ? ഇല്ല. മദ്യപാനം പോലുള്ള ദുശീലങ്ങളുണ്ടോ? ഇല്ല. പിന്നെന്ത് പറയും? കാരണമുണ്ടല്ലോ, തടി. തടിയോ? അതെ, തടി. സാറിന്റെ കക്ഷിയായ നീൽ മഹേഷ് ഒരു നടനും സമൂഹത്തിൽ അറിയപ്പെടുന്നവനുമാണ്. എന്നാൽ എതിർകക്ഷിയായ ടിയാന്റെ ഭാര്യയായ സ്വാതി നിരക്ഷരയും അസാമാന്യ തടിയുള്ളവളുമാണ്. ആ തടി കാരണം ഭാര്യയൊത്ത് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ നീൽ മഹേഷിന് കഴിയുന്നില്ല. സാമൂഹ്യമായ ഒറ്റപ്പെടൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്റെ കക്ഷി അനുഭവിക്കുന്നുണ്ട്. ശാരീരികമായ ഒട്ടും ചേർച്ചയില്ലാത്ത സ്വന്തം ഭാര്യയെ അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ എന്റെ കക്ഷി ആഗ്രഹിക്കുന്നു. പോയിന്റാണ്. നിയമം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചോളൂ, ഈ മേഖലയിൽ ശോഭിക്കും. കുട്ടി പറഞ്ഞത് പോയിന്റാണ്. നിരക്ഷര എന്നത് വിടാം, തടി പിടിക്കാം.